മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം ശക്തമായി വിമർശിക്കുകയാണ്. ഏതൊരു മലയാളിയെയും വിഷമിപ്പിക്കുന്ന രീതിയിലാണ് കുടുംബം പ്രതികരിക്കുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ 72 ദിവസം ആ കുടുംബത്തിന് വേണ്ടി, അർജുന് വേണ്ടി വെയിലും മഴയും കൊണ്ട് മനാഫിനെ മലയാളികൾക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. AC റൂമിൽ എല്ലാ സൗകര്യത്തിലും കിടന്നുറങ്ങാൻ സാധിക്കുന്ന മനാഫിനെ പോലെ ഒരു മുതലാളിക്ക് തൻ്റെ കുടുംബത്തെ പോലും വിട്ടു. അവിടെ പോയി അർജുന് വേണ്ടി കഷ്ടപ്പെട്ടത് മനുഷ്യത്വം കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ മനാഫിന് എന്ത് കിട്ടാൻ? ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ 10 വോട്ടെങ്കിലും കിട്ടിയേനെ. മനാഫിന് ഇതുകൊണ്ട് ഒരു നേട്ടവുമില്ല. പിന്നെ അർജുൻ്റെ കുടുംബം പറയുന്നത് പോലെ പണം പിടിപ്പിക്കാനും അർജുൻ്റെ പേര് വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കാനും ഒന്നുമല്ല. ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം ആ കുടുംബത്തിന് ഇല്ല. ആ നാട്ടിലെ സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രമുഖ കച്ചവട കുടുംബമാണ് മനാഫിൻ്റെ. അർജുനെ കണ്ടെത്തുവാനായി 1 കോടി രൂപ ചിലവ് വരും ഗവൺമെൻറ് പറഞ്ഞപ്പോൾ അത് വേണമെങ്കിൽ ഞാനും കുടുംബവും ചേർന്ന് നൽകാമെന്ന് വരെ മനാഫ് പറഞ്ഞിട്ടുണ്ട്. അവസാനം ആ പണം ഗവൺമെൻറ് തന്നെ നൽകുകയായിരുന്നു. ഇൻഷുറൻസിന് വേണ്ടിയാണ് മനാഫ് ഇത്രയും കാട്ടിക്കൂട്ടിയതെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ പറയുന്നവരോട് വണ്ടി കിട്ടിയില്ലെങ്കിലും ഇൻഷുർ കിട്ടും. അവിടെയുള്ള മറ്റു വണ്ടികൾ നഷ്ടപ്പെട്ടവർക്ക് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഇനി മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് കുടുംബം പറയുന്നു. അത് പണമുണ്ടാക്കാനൊന്നുമല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. കാരണം വയനാട്ടിലെ ദുരന്തം അറിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ അവിടേക്ക് തന്നെ ഓടിപ്പോയി. പിന്നെ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. വയനാട്ടിലെ പ്രശ്നം ഏകദേശം തീർന്നു എന്ന് മനസ്സിലായപ്പോൾ പിന്നെ മാധ്യമങ്ങൾ മലയാള സിനിമയിലെ പ്രശ്നങ്ങളിലേക്കും മാറി. അപ്പോൾ അർജുൻ്റെ വിഷയം മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ചാനൽ തുടങ്ങിയതെന്ന് മനാഫ് വ്യക്തമാക്കി. അല്ലാതെ പണമുണ്ടാക്കാനൊന്നുമല്ല. അല്ലെങ്കിലും കച്ചവടം മതിയാക്കി യൂട്യൂബ് ബ്ലോഗും ചെയ്ത് നടക്കുമ്പോൾ മനാഫ് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയൊക്കെ ആ മനുഷ്യൻ ചെയ്തത് വെറും മനുഷ്യത്വം കൊണ്ട് മാത്രമാണ്. വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ആ മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കുക. അർജുൻ്റെ കുടുംബത്തിൽ നിന്നുമുണ്ടായ അനുഭവം മനാഫിൻ്റെ കണ്ണ് നിറച്ചു. ഇങ്ങനെയൊന്നും ആ മനുഷ്യൻ പ്രതീക്ഷിച്ചില്ല. നന്ദിയില്ലെങ്കിലും കുഴപ്പമില്ല, സങ്കടപ്പെടുത്താതിരുന്നാൽ മതി. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.